രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള നേതാവ്, കോടതി കയറിയിറങ്ങി സമയം കളയരുത്. ഇത്തരമൊരു വിധി കോടതിയിൽ നിന്നും കേട്ടതോടെ രാഹുൽ പോലും ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇത്തരമൊരു വിധി ഒരിക്കൽ പോലും കോടതിയിൽ നിന്നും ഉണ്ടാവുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടില്ല. എന്നാൽ അതേസമയം BJPയുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടറിയാവുന്ന ഒരു കാര്യമുണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും പരാതികൾ നൽകിക്കൊണ്ട് രാഹുലിനെ കോടതി കയറ്റി ഇറക്കുക എന്നത് BJPയുടെ പതിവ് രീതിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 100 ദിവസത്തോളം രാഹുൽ പാർലമെന്റിന് പുറത്തു നിൽക്കേണ്ടി വന്നത്. അന്ന് അദ്ദേഹം വെറും ഒരു MP മാത്രമായിരുന്നു. എങ്കിൽ ഇന്ന് അങ്ങനെയല്ല, കാര്യങ്ങൾ പിന്നെയും മാറി. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ മോദിക്ക് മുൻപിൽ പാർലമെന്റിന്റെ മുൻനിരയിൽ തന്നെ രാഹുൽ നിലയുറപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും BJPക്ക് രാഹുലിനെ പ്രതിപക്ഷത്തിന്റെ വീര്യം കെടുത്താനായി പുറത്താക്കിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് രാഹുൽ വാ തുറക്കാൻ കാത്തിരിക്കുന്നതും തൊട്ടു പിന്നാലെ കേസും കൂട്ടവുമായി കോടതി കയറി ഇറങ്ങുന്നതും. എന്നാൽ ഇത്തരമൊരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് കോടതി BJPക്ക് ചെക്ക് വെച്ചുകൊണ്ട് രാഹുലിന് ക്ലീൻ ചീട്ട് നൽകുന്നത്. ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രജ്ഞൻ വിനായക് ദാമോദർ സവർക്കറുടെ അനന്തരവൻ സത്യകി സവർക്കർ സമർപ്പിച്ച മാനനഷ്ട കേസിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായുള്ള ഇളവ് പൂനെയിലെ പ്രത്യേക കോടതി ചൊവ്വാഴ്ച അനുവദിച്ചു. മാനനഷ്ടക്കേസിലെ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മിലിന്ദ് പവാർ കഴിഞ്ഞ മാസം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായ ഇളവ് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. MP, MLA എന്നിവരുടെ പ്രത്യേക കോടതിയുടെ അധ്യക്ഷനായ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അമോൽ ഷിൻഡെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് നിരവധി മീറ്റിംഗുകളിൽ പങ്കെടുക്കാനുണ്ടെന്ന് തൻ്റെ ഉത്തരവിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലീൻ ചീട്ട് നൽകിയത്. അതുമാത്രവുമല്ല, Z+ സുരക്ഷാ പദവി, സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ചെലവുകൾ, ഹാജരാകുമ്പോഴുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി കേസ് വാദം കേൾക്കലിൽ നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് സ്ഥിരമായ ഇളവ് നൽകിയത്.